എൻ്റെ പേരെന്താണെന്നറിയോ? മൈ നെയിം ഈസ് മാർട്ടിൻ. ഐ ഹാവ് എ മദർ. മൈ മദർ നെയിം ഈസ് മാർട്ടിൻ. നീ എന്താ പിറകിലിരിക്കുന്നത്? നിന്നെ കാണുന്നില്ലല്ലോ, ഫ്രണ്ടിലേക്ക് വന്നിരിക്കേ. എൻ്റെ പേര് മാർട്ടിൻ. എനിക്ക് 10 വയസ്സായി. ശരിക്കും 10 വയസ്സായി. സാധാരണ ഒരു 10 വയസ്സുകാരൻ്റെ ജീവൻ തന്നെയാണ് എൻ്റെ. സ്നേഹനിധിയായ അമ്മ, അച്ഛൻ. അയ്യോ, അച്ഛൻ കുറച്ച് വർഷം മുന്നേ മരിച്ചു. സ്കൂള്, കൂട്ടുകാർ, വൈകിട്ടത്തെ കളി, കുളി. പക്ഷെ എനിക്കൊരു പ്രശ്നമുണ്ട്. ഒരു പൂവ്. ഈ പൂവ് എങ്ങനെ എൻ്റെ പ്രശ്നം എന്നറിയോ? സ്കൂളിൽ ചേർന്ന കാലം തൊട്ട് കാണാൻ തുടങ്ങിയ അസംബ്ലി. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ മുന്നിൽ എത്ര എന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ് ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാ കൊല്ലവും മുന്നിലാണ്. ആദ്യമൊക്കെ വിചാരിച്ചു ഇത് അടിപൊളി പരിപാടിയാണ്. പക്ഷേ ഇതുപോലെ ബാർബർ ഷോപ്പിലും ഫോട്ടോ എടുക്കുന്നിടത്തൊക്കെ ഇത് ആവർത്തിച്ചപ്പോൾ എനിക്ക് പ്രശ്നമായി തുടങ്ങി. ഈ ആവർത്തന വിരസത ഭയങ്കര ബോറാണ്. അമ്മയുടെ ചക്കരിക്ക് ഒരു കുഴപ്പമില്ല. നിനക്ക് എൻ്റെ അത്രയും നീളമില്ലേ. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് വലുതാവും. ഇപ്പൊ നീ പോയി കുറച്ച് മനസ്സാരം വാങ്ങിട്ടോ. അമ്മമാരെ നമ്മളെ കുറിച്ച് പലതും പറയും. പക്ഷെ നമുക്കെല്ലാം അറിയാം എന്താ. ഓർക്കൊന്നും വിഷയമല്ല. മെൽവിൻ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? എഴുതിയൊന്ന് വായിച്ചേ. My name is Melvin. I have a mother. My mother name is Gina. My family settled in. ഇങ്ങനെ പോയാൽ ശരിയാവില്ലടാ. സ്കൂളിലും നാട്ടിലൊന്നും ഒരു വാല്യൂ ഇല്ല. നിനക്കെന്താ അങ്ങനെ തോന്നാന്? എടാ സിസ്റ്റം തന്നെ ചെയ്യില്ലടാ. ഇംഗ്ലീഷ് എഴുതി വായിപ്പിക്കാന്നൊക്കെ പറഞ്ഞ എന്താ അത്? ഒരു പുരുഷന്റെ മാനസികാവസ്ഥ അവർക്ക് മനസ്സിലാവണ്ടേ? എൻ്റെ ഒരു ഇംഗ്ലീഷ് ഞാൻ തുടങ്ങിയ കാലം തൊട്ടേ മുമ്പെഞ്ചിലാ. അതാ പറഞ്ഞ സിസ്റ്റം തന്നെ മാറ്റണം. എന്താടാ അവിടെ കാണിക്കുന്നത്? എടാ ഒരു ഐഡിയ പറഞ്ഞാടാ. ഐഡിയ അല്ലേ? ഐഡിയ ശരിയാക്കാം. ശരിക്കും പിടിച്ചോണേ. ആടാ ഞാൻ പിടിക്കുന്നുണ്ട്. ഇങ്ങനെ മേലേക്ക് പോയിട്ട് താഴേക്ക് വന്നാ മതി. എടാ എന്നെ കൊണ്ട് പറ്റും തോന്നുന്നില്ല. എടാ എന്നെ കൊണ്ട് പറ്റും. ഇങ്ങ് ചെയ്തു നോക്ക്. ഞാനിപ്പൊ കൈവിടുക. എടാ വേണ്ട, ഇങ്ങ് ചെയ്തു നോക്ക്. എടാ ഞാനിപ്പൊ കൈവിടും. എടാ പറ്റൂടാ, കൈ വേദനാന്ന്. എന്നാ നീ കൈവിട്ടോ. ഇതും വർക്കായില്ലടാ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് വേറെ നോക്കാം. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. മാർട്ടിനെ, നീ ആ ബോർഡൊന്ന് വായിച്ചേക്കേ. മാർട്ടിൻ, അന്ന്
അന്നത്തെ ദിവസം എന്നെ വല്ലാണ്ട് സങ്കടപ്പെടുത്തി. പിന്നെ 2 ദിവസം ഞാൻ സ്കൂളിൽ പോയില്ല. ശനിയും ഞായറും. അങ്ങനെ ഞായറാഴ്ച ബാർബർ ഷോപ്പ് നയിനു. എടാ ഒരു പുതിയ ഐഡിയ കിട്ടിയിട്ടുണ്ട്. നീ ഒന്ന് പോയിക്കായിരുന്നു. എടാ ഇത് പഴയ പോലെ എന്തായാലും വർക്കാവും. എടാ ഇത് ശരിയാവൂല. അല്ലടാ എന്തായാലും വർക്കാവും, ഞാൻ ഗ്യാരണ്ടി. ആ എന്നാ നീ പറ. നിനക്ക് സൈക്കിള് പഠിക്കാൻ പറ്റുമോ? സൈക്കിളോ? അടുത്ത ആൾ കയറിയുന്നേ. നിനക്ക് പോവല്ലേ, സൈക്കിള് പഠിക്കാൻ പറ്റൂലേ? പറ്റായൊന്നുമില്ല. എന്നാ നീ സൈക്കിൾ ഓടിക്കാൻ റെഡി ആയി. നീ ഒന്ന് കയറിയിരുന്നേ, എനിക്ക് വേറെ പണിയുണ്ട്. നിന്റെ ഏട്ടാ പൽകാൻ വരുത്തി വെട്ടാനല്ലേ, അത് ഇന്നത്തോടെ നിർത്തിക്കോ. ഇനി ആ സീറ്റിൽ നിന്നിട്ടേ വെട്ടുള്ളൂ. നീ വാടാ. ചെരുപ്പെടുത്തിയില്ല. തിരിയല്ലേ, അതാകുമ്പോ പിന്നെ വന്നിട്ട് എടുക്കാം. അന്ന് അവനെ പറഞ്ഞപ്പോൾ ഞാൻ അത്ര കാര്യമാക്കി എടുത്തില്ല. പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴാണ് അതിലെന്തോ ഉണ്ടെന്ന് തോന്നി. എപ്പോഴത്തെയും പോലെ അല്ലല്ലോ ഐഡിയ, അടിപൊളിയാണ്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, സൈക്കിളില്ല. സൈക്കിളോ? സൈക്കിൾ ഇപ്പോൾ ആരെടുത്തുള്ളത്? എടാ ഉണ്ണീൻ്റെ കയ്യിൽ സൈക്കിളില്ലേ? ഉണ്ണിയൊന്നും ശരിയാവില്ലടാ. എടാ എന്താ ഉണ്ണിക്ക് പ്രശ്നം? ഉണ്ണിയൊന്നും ശരിയാവില്ലടാ. അവന്റെ വിചാരം അവന് മാത്രമേ നാട്ടില് സൈക്കിൾ ഉള്ളൂ എന്നാ. ദേ ഉണ്ണി പോന്നു. ടീച്ചറെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 18/8/2023 രാവിലെ 10 മണിക്ക് ക്ലാസ് ഫോട്ടോ എടുക്കുന്നതാണ്. ആയതിനാൽ അന്നേ ദിവസം രാവിലെ 9 മണിക്ക് തന്നെ എല്ലാവരും സ്കൂളിൽ എത്തിച്ചേരേണ്ടതാണ്. അതായത് നാളെ രാവിലെ 9 മണിക്ക് എല്ലാവരും നന്നായിട്ട് ഡ്രസ്സ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് വരണം കേട്ടോ. നാളെ രാവിലെ നമുക്ക് ക്ലാസ് ഫോട്ടോ എടുക്കാനുള്ളതാണ്. ഓക്കെ ടീച്ചറെ? മാഷ് നീ ചോദിക്ക്. അല്ലടാ നീ ചോദിക്ക്, ഞാൻ ചോദിച്ചു എടാ, തരും. ഞാനോ? മാഷേ എന്താ രണ്ടാളും കൂടി? ഇവരെന്താ പറയാണ്ട്? എന്താടാ മെൽവിനെ പറ. മാഷിന് സൈക്കിളൊന്നും തരുമോ? എന്തിനപ്പം എനിക്ക് സൈക്കിള്? മാഷ അവനെ പഠിപ്പിക്കാനാ. നീ ഇതുവരെ സൈക്കിൾ പഠിച്ചില്ലേ? അത് ശരി. മാഷ വേഗം ഒന്ന് സൈക്കിൾ വന്നിട്ട് വേറെ പരിപാടി ഉണ്ട്. സൈക്കിളൊക്കെ ഞാൻ തരാം, പക്ഷെ പഠിച്ചിട്ടേ അതേപോലെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് നോക്കണം കേട്ടോ. എൻ്റെ മാഷ് എനിക്ക് തന്ന സൈക്കിളാത്. ഈ കഥ കുറെ കേട്ടുള്ളൂ, ഇതിനും കേൾക്കണോ? നീ വല്ലതും പറഞ്ഞ? മാഷ കഥയൊക്കെ പിന്നെ വന്ന് കേട്ടോളൂ. മാഷ എന്നാ സൈക്കിള് താ. വാ. മെൽവിൻ എനിക്ക് പേടിയാണ്. നടക്കു ഇല്ലടാ, തോന്നില്ലടാ. പേടിക്കാനൊന്നുമില്ല. എന്നെ കൊണ്ട് പറ്റടാ. എടാ നടക്കു നീ തോന്നില്ല. കേറ്, വേഗം കേറ്. മെൽവിനെ ശരിക്ക് ആടാ, പിടിക്കണേ. ഞാൻ പിടിച്ചിട്ട് നീ ഓടിച്ചോ. എടാ ആടാ ശരിക്ക് പിടിക്കണേ. ആടാ നീ ഓടിച്ചോ, ഞാൻ പിടിച്ചിട്ട് എടാ പറഞ്ഞേ. നല്ല പണിയാ. അല്ലടാ നീ പെടലെടുത്തങ്ങ് ചവിട്ടിക്കോ. എടാ ഇപ്പൊ വീകും. ഇല്ലടാ നീ പെടലും ചവിട്ടിയും കേറിക്കോ. എടാ നല്ല വെയിറ്റ് ഉണ്ട്. ഇല്ലടാ അത് അത്ര ഒന്നുമില്ല, ഒറ്റ കേണ്ടൊക്കെ ചെയ്യാനേ ഉള്ളൂ. മെൽവിനെ വീട്. കാല് മുറിയ. എന്റെ ഒരു ഒറ്റ കൈമല്ല പിടിഞ്ഞ് ശരിക്ക് പിടിക്കാഞ്ഞിട്ടാ. ആ സൈക്കിൾ പഠിക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും, അത് പറ്റുന്നവരൊക്കെ പഠിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ പഠിപ്പിക്കുകയാണെങ്കിൽ ഒറ്റ പഠിക്കാൻ അറിയാം. എന്നാ നീ ഒറ്റയ്ക്ക് അടിച്ചോ, ഞാൻ പോവുക.